മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ നൽകിയ പരാതി CPIM അന്വേഷിക്കും. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി ചർച്ച ചെയ്യാനാണ് തീരുമാനം. CPIM സമ്മേളന കാലയളവിലെ തിരുത്തൽ നടപടികൾക്ക് PV അൻവറിന്റെ പരാതി ഇടയാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. പി ശശിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകേണ്ടിവരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നാണ് PV അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം. ഈ പരാതി ഏറെക്കാലമായി CPIM-നുള്ളിലുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് നൽകിയ പരാതിയിൽ ഇതുമാത്രമല്ല PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അൻവറിന്റെ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും. പരാതികൾ അന്വേഷിക്കാൻ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഭയമില്ലെന്നാണ് പി ശശി ദ വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. SFI സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. സർവാധികാരി മനോഭാവം തനിക്കില്ലെന്നും പി ശശി. നടപടി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഗവൺമെന്റ് ഈ പരാതിയുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പരിഗണിക്കും. കുറ്റം ആരോപിച്ചത് കൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പി ശശിക്കെതിരെ വീണുകിട്ടിയ ആയുധം എങ്ങനെയൊക്കെ CPIM-നുള്ളിൽ ഉപയോഗിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന പി ശശിയോട് വിശദീകരണമെങ്കിലും ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിന് തുല്യമാകും. അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം പ്രഹസനമാണെന്ന് പോലും അഭിപ്രായമുള്ളവർ CPIM-ലുണ്ട്. സമ്മേളന കാലയളവായതുകൊണ്ട് PV അൻവർ ഉന്നയിച്ച പരാതി CPIM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം.